വിദ്യാഭ്യാസ വാർത്തകൾ ഇനി ഓടക്കാലിയിൽ നിന്ന്. ഓടക്കാലി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാവാണി FM സ്കൂൾ റേഡിയോ സംപ്രേഷണം ആരംഭിച്ചു. സ്കൂളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പ്രമുഖർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്കുള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന കഴിവുകളെ പ്രകടിപ്പിക്കുന്നതിന് ഒരു വേദി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓടക്കാലി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ FM റേഡിയോ എന്ന ആശയത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. അവതാരകരും പ്രേക്ഷകരും എല്ലാം വിദ്യാർത്ഥികൾ തന്നെയാകുന്ന ഈ സ്കൂൾ റേഡിയോയ്ക്ക് പേര് വിദ്യാവാണി എന്നാണ്. വിദ്യാവാണി വഴി വിദ്യാഭ്യാസ രംഗത്തെ ദൈനംദിന മാറ്റങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് അറിയാനാകും. റേഡിയോ സംപ്രേഷണത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈമി വർഗീസ് നിർവഹിച്ചു. ഓടക്കാലി സ്കൂളിൽ ഇന്ന് നമുക്കറിയാം FM റേഡിയോയുടെ സംവിധാനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നീണ്ട വർഷങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഫലമായിട്ടാണ് ഇന്നിവിടെ ഈ ഒരു സാന്നിധ്യമായിരിക്കുന്നത്. അതിന് വന്നിരിക്കുന്ന ഒരു പ്രമുഖ വ്യക്തി എന്ന് പറയുന്നത് നമ്മൾ സൗണ്ടുകൾ കേട്ട് പരിചയമുള്ള നമ്മുടെ ആകാശവാണിയിലെ ശ്രീമതി തെന്നലയാണ്. ആ സൗണ്ടുകൾ നമുക്ക് ഏറെ പരിചയമുള്ള ആളാണ്. നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഷിജി ഷാജി, അതുപോലെ പഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാ രാജീവ്, വാർഡിൻ്റെ മെമ്പർ സുബൈദ പരീദ്, HM ഉൾപ്പെടെ പ്രിൻസിപ്പൾ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരുടെ സാന്നിധ്യത്തിൽ ഇന്നിവിടെ ഈ പദ്ധതി ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ആദ്യ സംപ്രേഷണത്തിന് ഓൾ ഇന്ത്യ റേഡിയോ മുൻ അനൗൺസർ തെന്നൽ തുടക്കം കുറിച്ചു. VHSS വിദ്യാവാണി ഇന്നാദ്യമായിട്ട് ഒരു റേഡിയോ സ്റ്റേഷൻ, സ്കൂൾ റേഡിയോ ആരംഭിക്കുന്ന സുദിനമാണ്. വളരെ സന്തോഷമുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ. കാര്യം കുറച്ച് വൈകിയെങ്കിലും, കാരണം ഞാൻ പല സ്കൂളുകളിലും ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടുണ്ട്. വളരെ വൈകിയാണെങ്കിലും ഇത് തുടങ്ങിയതിൽ, കാരണം ഒരിക്കലും നടക്കാത്തതിനേക്കാളും വളരെ നല്ലതല്ലേ കുറച്ച് വൈകിയാണെങ്കിലും കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംരംഭം കുട്ടികളിലുള്ള കഴിവുകളെ, പലതരത്തിലുള്ള കഴിവുകളുള്ള കുട്ടികളാണ് ലോകത്തുള്ള എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മളത് കണ്ടുപിടിക്കുന്നില്ല. അതിനെ വളർത്തിയെടുക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു സോഴ്സ്, ഒരു മീഡിയമാണ് സ്കൂൾ റേഡിയോ എന്ന് പറയുന്നത്. കാരണം കുട്ടികൾ പഠിക്കാനായിട്ട് ഇവിടെ വരുന്നതോടൊപ്പം തന്നെ അവരിലുള്ള കഴിവുകളെ വളർത്തിയെടുക്കാനായിട്ടുള്ള ഒരു വലിയ മാധ്യമമാണ് സ്കൂൾ റേഡിയോ. അവർക്ക് പലതരം കഴിവുകളുണ്ട്. അവർക്ക് സംസാരിക്കാം, പ്രഭാഷണം നടത്താം, കഥ പറയാം, പാട്ട് പാടാം, മിമിക്രി കാണിക്കാം, നാടകം അഭിനയിക്കാം, ചെറിയ ചെറിയ സ്കിറ്റുകൾ ചെയ്യാം, കവിത ചൊല്ലാം. അങ്ങനെയുള്ള എല്ലാത്തിനുമുള്ള ഒരു വേദിയാണ് ഇവിടെ ഒരുക്കിക്കിട്ടുക. ഈ വേദിയിൽ നിന്ന് അവർക്ക് പുറമേ പോയിട്ട്, അവർ മുതിർന്നാൽ അവർക്ക് പുറമേ പോയിട്ട് മറ്റ് വേദികളിൽ, വലിയ വേദികളിൽ സംസാരിക്കുവാനും അതിലൂടെ അവർക്ക് വളരാനും, ഒരു വലിയ നേതാവായിട്ടോ അല്ലെങ്കിൽ വലിയ ഒരു കലാകാരനായിട്ടോ അല്ലെങ്കിൽ വലിയ സാഹിത്യകാരനായിട്ടോ വളരാനുള്ള ഏറ്റവും നല്ല ഒരു ബേസ്മെന്റാണ് സ്കൂൾ റേഡിയോ എന്ന് പറയുന്നത്. റേഡിയോ പ്ലാറ്റ്ഫോമിലെ അവതരണ രീതികൾ, സാങ്കേതികത്വം എന്നിവയെക്കുറിച്ച് ഇവർ കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. സ്കൂൾ FM റേഡിയോയ്ക്ക് വിദ്യാവാണി എന്ന പേര് നിർദ്ദേശിച്ച റിയാസ്, KR രാജേഷ് എന്നിവർക്ക് ചടങ്ങിൽ വെച്ച് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് പ്രതീഷ് CV, PTA വൈസ് പ്രസിഡന്റ് ബാബു, അശമന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ഷാജി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാ രാജീവ്, വാർഡ് മെമ്പർ സുബൈദ പരീദ്, പ്രിൻസിപ്പൽ സീന സുധാകരൻ, SMC ചെയർമാൻ രജീഷ്, സീനിയർ അസിസ്റ്റന്റ് പൊന്നമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. ആദ്യ ദിവസത്തെ സംപ്രേഷണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ തന്നെ വാർത്താ അവതരണവും വിവിധ പരിപാടികളും നടത്തി. സ്കൂൾ PTA സഹകരണത്തോടെ ആരംഭിച്ച സ്കൂൾ റേഡിയോ കുട്ടികളുടെ ഭാഷാ വികസനത്തിനടക്കം പുതുമയും വലിയ ഗുണവും ചെയ്യുമെന്ന് ഹെഡ്മാസ്റ്റർ രാജേഷ് വ്യക്തമാക്കി. വിദ്യാവാണി GVHSS ഓടക്കാലി FM റേഡിയോ കുറേ വർഷങ്ങളായി എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു പ്രോഗ്രാമാണിത്. ഈ റേഡിയോ സ്റ്റേഷൻ ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അതിലൂടെ കുട്ടികളുടെ സർഗശേഷികൾ പരിപോഷിപ്പിക്കുവാനുള്ള ഒരു നല്ല അവസരമാണ് അവർക്ക് തുറന്നു കിട്ടിയിരിക്കുന്നത്. ഇതിലൂടെ നമുക്ക് ധാരാളം കഴിവുള്ള സംഗീതജ്ഞർ, കഥാകാരന്മാർ, കഥാകാരികൾ, പാട്ടുകാർ, മറ്റു കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുവാനും അതേപോലെ തന്നെ അതിനോട് അനുസരിച്ച് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും കഴിവുള്ള വിദ്യാർത്ഥികളെയും അധ്യാപകരെയും നമുക്ക് ഇതിലൂടെ കണ്ടെത്താൻ പറ്റും. ഇത് നമ്മുടെ നാട്ടിനും നമ്മുടെ സമൂഹത്തിനും ഭാവിയിൽ ഒരു മുതൽക്കൂട്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി, പെരുമ്പാവൂർ.